ഇന്ത്യയിലും ലോകത്തുടനീളം വളരെ പ്രശസ്തമായ ഒരു വിഷയമാണ് ദ 5 ലവ് ലാംഗ്വേജ് എന്നത്. കുടുംബ കൗൺസിലറായി അറിയപ്പെട്ട ഗാരി ചാപ്മാൻ രചിച്ച ദ 5 ലവ് ലാംഗ്വേജ് എന്ന പുസ്തകമാണ് ഈ ചർച്ചകൾക്ക് ആധാരം. അതിലെ വിഷയം മനുഷ്യർ പരസ്പരം സ്നേഹം പങ്കിടാൻ ഉപയോഗിക്കുന്ന മാധ്യമം വഴി അത് ഈ 5 ഭാഷയാണ് എന്നും ഈ 5 ഭാഷയിലൂടെയുള്ള സ്നേഹപ്രകടനങ്ങൾ പരസ്പരം സ്നേഹം കൈമാറാൻ ഏറെ സഹായിക്കുമെന്നാണ് വിവരിക്കപ്പെടുന്നത്. സാധാരണഗതിയിൽ എല്ലാവർക്കും പരസ്പരം സ്നേഹമുണ്ട്. പക്ഷേ ഈ സ്നേഹങ്ങൾ കൈമാറുന്നത് പരസ്പരം അറിയാതിരിക്കുമ്പോഴാണ് പ്രശ്നം സൃഷ്ടിക്കപ്പെടുന്നത്. സ്നേഹിക്കുകയും സ്നേഹിക്കപ്പെടുകയും ചെയ്യുന്ന ആൾക്കാർ രണ്ടുപേരും 2 ഭാഷ ഉപയോഗിക്കപ്പെടുന്നു എന്നാണ് പറയപ്പെടുന്നത്. അത് ശേഷം കാര്യങ്ങൾ വിവരിക്കുമ്പോൾ നമുക്ക് വ്യക്തമാകും. അതായത് സ്നേഹം കൈമാറാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഈ 5 ഭാഷയിൽ രണ്ടുപേരും വ്യത്യസ്ത ഭാഷകൾ ഉപയോഗിക്കുമ്പോൾ പരസ്പരം ആശയം കൃത്യമായി കൈമാറപ്പെടാതിരിക്കുകയും സ്നേഹിക്കപ്പെടുന്ന ആൾക്ക് എന്നെ സ്നേഹിക്കുന്നുണ്ട് എന്ന് മനസ്സിലാകുന്നില്ല, സ്നേഹിക്കുന്ന ആൾക്ക് താൻ കൊടുത്ത സ്നേഹം അപ്പുറം എത്തിയതായിട്ട് കാണുന്നില്ല. അങ്ങനെയാകുമ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാവുകയും അത് ബന്ധങ്ങൾ തകരുന്നിടത്തെത്തുകയും ചെയ്യുന്നു. ഇവിടെ ഈ 5 സ്നേഹഭാഷ ഒന്ന് ചർച്ചകൾക്ക് വിധേയമാക്കിയാൽ നമുക്ക് ജീവിതത്തിൽ ഏറെ നേട്ടങ്ങൾ ഉണ്ടാകും. അതിൽ ഒന്നാമത്തതാണ് വേർഡ് ഓഫ് അഫർമേഷൻ, പ്രശംസയും വാക്കുകൾ ഉപയോഗിച്ചുമുള്ള സ്നേഹപ്രകടനം. അതിൽപ്പെട്ടതാണ് അഭിനന്ദിക്കുക, സ്നേഹിക്കുക, പ്രോത്സാഹിപ്പിക്കുക. ഇത്തരം സംഗതികൾ വാക്കുകളിലേക്ക് കൊണ്ടുവരിക. നീ ചെയ്ത കാര്യം നന്നായിട്ടുണ്ട്, നിന്റെ ഡ്രസ്സ് ഉഷാറായിട്ടുണ്ട്, നിങ്ങളുടെ ഇന്ന കാര്യങ്ങൾ ഉഷാറായിട്ടുണ്ട് എന്ന് വ്യക്തമായി പറയുന്നത്. എനിക്ക് നിങ്ങളെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്ത കാര്യം ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് തുടങ്ങുന്ന വാക്കുകൾ പറയുന്നത് അത് വേർഡ് ഓഫ് അഫർമേഷന്റെ ഭാഗമാണ്. നമ്മൾ പരസ്പരം ഇപ്പോ ഭാര്യ പാചകം ചെയ്യുന്നു എന്ന് സങ്കല്പിക്കുക. ചെയ്ത പാചകത്തെ കുറിച്ച് നന്നായിട്ടുണ്ട്, ഉഷാറായിട്ടുണ്ട് എന്ന് പറയുന്നത്, ടേസ്റ്റിയാണ് എന്ന് പറയുന്നത്, ഇഷ്ടായി എന്ന് പറയുന്നത് അത് ഈ വേർഡ് ഓഫ് അഫർമേഷന്റെ ഭാഗമാണ്. തിരിച്ചും നിങ്ങൾ വല്ലാതെ കഷ്ടപ്പെടുന്നു. ഇപ്പോ പുറത്തുപോയി ജോലി ചെയ്യുന്ന ഒരു പുരുഷൻ, അവര് ഒരുപാട് പ്രയാസങ്ങൾ സഹിച്ച് പുറത്തു പോകുമ്പോൾ ഭാര്യക്ക് തോന്നുകയാണ് അയാൾക്ക് എന്തൊക്കെയോ സുഖം കിട്ടുകയാണ്, അതിന്റെ പേരിൽ ആക്ഷേപിക്കുകയാണ്. അപ്പൊ പരസ്പരം ബന്ധം തകരുകയാണ്. സത്യത്തിൽ പുരുഷന് എല്ലാ ദിവസവും പുറത്തു പോകുന്ന പുരുഷന് ഒരു ദിവസമെങ്കിലും ഒന്ന് വീട്ടിലൊന്ന് അടങ്ങിയിരിക്കാമായിരുന്നു എന്ന് തോന്നുന്ന സമയത്താണ് ഈ ഒരു ആരോപണം കേൾക്കുന്നതെങ്കിൽ അപ്പോൾ ഉണ്ടാകുന്ന ഒരു മാനസികാവസ്ഥ അത് നമുക്ക് പറഞ്ഞാൽ മനസ്സിലാകും. അപ്പോ ആ സ്ഥാനത്ത് നിങ്ങൾ ഇത്രയും പ്രയാസപ്പെട്ട് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നിങ്ങളെ പ്രത്യേകം സമ്മതിക്കേണ്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ നിങ്ങളുടെ ഈ കഷ്ടപ്പാടിൽ എനിക്ക് നിങ്ങളോട് സഹതാപമുണ്ട്, അല്ലെങ്കിൽ നിങ്ങളോട് പ്രത്യേകം ബഹുമാനം തോന്നുന്നു, നിങ്ങളോട് സ്നേഹം തോന്നുന്നു എന്ന അർത്ഥം വരുന്ന വളരെ നൈസർഗികമായ രീതിയിലുള്ള ആ ഒരു വേർഡ് ഓഫ് വാക്കുകളിലുള്ള സ്നേഹപ്രകടനം, ഇതാണ് ഒരു സ്നേഹഭാഷ. പലപ്പോഴും ചില കേസുകളൊക്കെ കാണാം. ഒരിക്കൽ ഒരു സഹോദരി, യുവത്വം വിട്ടുമാറാത്ത സഹോദരിയാണ്. അവര് ഭർത്താവല്ലാത്ത മറ്റൊരാളോടുള്ള അവിഹിത ബന്ധത്തിന്റെ പേരിൽ പിടിക്കപ്പെടുകയും അത് വലിയ പ്രശ്നം സൃഷ്ടിക്കുകയും ചെയ്ത സമയത്ത് അവർക്ക് പറയാനുള്ളത്, എനിക്ക് യഥേഷ്ടം സമ്പത്ത് തന്നിട്ടുണ്ട്, വാഹനവും വീടും, സ്വന്തമായി വാഹനം തന്നിട്ടുണ്ട്, സ്വന്തമായി വീട് തന്നിട്ടുണ്ട്, എത്ര ക്യാഷ് വേണമെങ്കിലും തരാറുണ്ട്, പക്ഷെ ഇതുകൊണ്ട് എന്താ കാര്യം? അപ്പൊ അവരുടെ ചോദ്യമാണ് എന്ന് പറഞ്ഞാൽ ഇവരിൽ നിന്ന് കിട്ടാത്ത എന്താണ് കിട്ടിയത്? ഇവരുടെ പ്രയാസങ്ങൾ പറയുന്ന സമയത്ത് അത് ജസ്റ്റ് അദ്ദേഹം ശ്രദ്ധിച്ച് കേൾക്കുന്നു എന്നത് മാത്രമായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു ക്വാളിറ്റി. അപ്പോ ഇദ്ദേഹത്തിൽ നിന്ന് കിട്ടുന്ന ഇതല്ലാത്ത ഒരു സംഗതി അവർക്ക് കിട്ടേണ്ടിയിരുന്നു. അല്ലെങ്കിൽ അവര് എന്താണ് അവര് ചെയ്ത ഏതെങ്കിലും കാര്യം ഇഷ്ടമായി എന്നോ അല്ലെങ്കിൽ അത്തരം ഒരു സംഗതികൾ പറഞ്ഞിരുന്നെങ്കിൽ അവർക്ക് വലിയ ഇഷ്ടമാകുമായിരുന്നു. ഒരുപാട് ജോലി ചെയ്ത ഒരാളോട് നീ വല്ലാതെ കഷ്ടപ്പെട്ടുല്ലേ എന്ന ഒരു ചോദ്യം ഒരുപക്ഷെ അവരെ ഏറെ സന്തോഷിപ്പിച്ചേക്കാം. രണ്ടാമത്തെ സ്നേഹഭാഷയാണ് ആക്ട് ഓഫ് സർവീസ്, സേവന മനസ്കത കാണിക്കുക, സേവന സാന്നിധ്യം കാണിക്കുക, സേവന സന്നദ്ധത അറിയിക്കുക. അതിൽ നല്ല പാചകം ചെയ്യുന്ന സമയത്ത് ഭാര്യയെ സഹായിക്കുന്നത്, അല്ലെങ്കിൽ മറ്റൊരു ജോലി ചെയ്യുന്ന സമയത്ത് ഒരു സപ്പോർട്ട് കൊടുക്കുന്നത്, ഇതെല്ലാം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഈ സ്നേഹ സന്നദ്ധതയാണ്, സേവന സന്നദ്ധതയാണ്. ഈ സേവന സന്നദ്ധത ഒരു സ്നേഹഭാഷയാണ്. ഞാനും കൂടിത്തരാം, പാചകത്തിൽ ഞാൻ വേണോ എന്ന് ചോദിക്കുന്നത് പോലും ഒരു ഭാര്യയ്ക്ക് ഏറെ സന്തോഷമുണ്ടാക്കും.
ഭർത്താവിനോട് എന്റെ എന്തെങ്കിലും ഹെൽപ്പ് വേണോ, ഞാൻ എന്താണ് ചെയ്തു തരേണ്ടത് എന്ന് സന്നദ്ധതയോട് ചോദിക്കുന്നത് ഏറെ സ്നേഹം അവർക്ക് അനുഭവപ്പെടാൻ അത് കാരണമാകും. മൂന്നാമത്തെ സ്നേഹഭാഷയാണ് റിസീവിങ് ഗിഫ്റ്റ്, ഉപഹാരം നൽകുക. വലിയതോ ചെറുതോ ആയ ഉപഹാരങ്ങൾ നൽകാം. പക്ഷെ ഉപഹാരങ്ങൾ, സമ്മാനങ്ങൾ നൽകുന്ന സമയത്ത് അതിന്റെ വിലയേക്കാൾ പ്രധാനം നമ്മൾ ഏത് അർത്ഥത്തിൽ അത് നൽകുന്നു എന്നതാണ്. ഒരു സമ്മാനമായി നൽകുന്ന ചെറിയ ഒരു വസ്തുക്കൾ പോലും അത് വലിയ ഫലം സൃഷ്ടിക്കും. ഒരു പുസ്തകം, അല്ലെങ്കിൽ ഒരു ഫ്ലവർ, അല്ലെങ്കിൽ ചെറിയ ഒരു അവർക്ക് ഇഷ്ടപ്പെടുന്ന, പരസ്പരം ഇഷ്ടപ്പെടുന്ന വല്ല ഒരു വസ്തു, സുഗന്ധം, അങ്ങനെ വല്ലതും ഒരു ഉപഹാരമായി നൽകുന്നത് പരസ്പരം സ്നേഹം കൈമാറാനുള്ള വലിയൊരു മാർഗമാണ്. നാലാമത്തെ സ്നേഹഭാഷയാണ് ക്വാളിറ്റി ടൈം, നിലവാരമുള്ള സമയം ചെലവഴിക്കുക എന്ന് പറഞ്ഞാൽ ഡിവൈഡഡ് അല്ലാത്ത, മറ്റൊരു കാര്യങ്ങളിൽ ശ്രദ്ധിക്കാതെ, നമ്മൾ മൊബൈൽ ഉപയോഗിക്കാതെ, മറ്റു വിഷയങ്ങളിൽ ഏർപ്പെടാതെ, പരസ്പരം തർക്കിക്കാതെ, അവർ പറയുന്ന കാര്യങ്ങൾക്കെല്ലാം മറുപടി പറയാതെ, ഒരാൾ പറയുന്നത് ശ്രദ്ധയോടെ അവർ പറയുന്ന അർത്ഥത്തിൽ ഒന്ന് കേൾക്കുന്നത് ക്വാളിറ്റി ടൈമാണ്. അതിനുവേണ്ടി ഒന്നിച്ച് ഭക്ഷണം കഴിക്കാം, ഒന്നിട്ട് ഔട്ടിങ്ങിന് പോകാം, ഒന്നിച്ച് സിറ്റ് ഔട്ടിലോ മറ്റോ ഇരുന്ന് സംസാരിക്കാം. ഇങ്ങനെയുള്ള ഒന്നിച്ചുള്ള സമയം ചെലവഴിക്കൽ, അത് എത്രത്തോളം എന്ന് പറഞ്ഞാൽ ചെറിയ ഗെയിമുകൾ, കളികൾ പോലും ഈ ക്വാളിറ്റി ടൈമിന്റെ ഭാഗമാകും. ഇതൊരു സ്നേഹഭാഷയാണ്. അഞ്ചാമത്തതാണ് ഫിസിക്കൽ ടച്ച് അഥവാ ശാരീരിക സ്പർശം. അത് പരസ്പരം ആലിംഗനം ചെയ്യുന്നത്, പരസ്പരം ചുംബനം, ഷെയ്ക്ക് ഹാൻഡ് ചെയ്യുന്നത്, സ്നേഹം പ്രകടിപ്പിക്കാൻ വേണ്ടി ഇത്തരം ഭാഷകൾ പ്രകടിപ്പിക്കുന്നത് പരസ്പരം സ്നേഹം കൈമാറാനുള്ള നല്ലൊരു വഴിയാണ്. ഇത്തരം സംഗതികൾ അറിഞ്ഞ് ഉപയോഗിച്ചാൽ ജീവിതത്തിൽ ഏറെ നേട്ടങ്ങൾ ഉണ്ടാകും. തകർന്നുപോയ പല ബന്ധങ്ങളും കെട്ടിപ്പടുക്കാനും സ്നേഹത്തോടെയും സന്തോഷത്തോടെയും പരസ്പരം ജീവിച്ചു മുന്നോട്ട് പോകാനും നമ്മെ സഹായിക്കുന്ന വലിയൊരു വിഷയം തന്നെയാണ് ഈ സ്നേഹഭാഷ. അതറിഞ്ഞ് മനസ്സിലാക്കി ജീവിതത്തിൽ ഉപയോഗപ്പെടുത്തിയാൽ നമുക്ക് തെറ്റിദ്ധാരണകൾ ഒഴിവാക്കാനും ഒരുപാട് നല്ല ബന്ധങ്ങൾ കെട്ടിപ്പടുക്കാനും പ്രശ്നങ്ങൾ ഒഴിവാക്കാനും പറ്റും. പരസ്പരം ഈ സ്നേഹഭാഷയിൽ ഓരോരുത്തർക്കും ഒരു പ്രൈമറി ലാംഗ്വേജ് ഉണ്ടാകും. അത് ഈ 5 ഭാഷ ഉപയോഗിക്കുന്ന സമയത്ത്, ഈ 5 കാര്യങ്ങൾ ഉപയോഗപ്പെടുത്തുന്ന സമയത്ത് ഏതാണ് ഒരാൾക്ക് കൂടുതൽ ക്ലിക്ക് ആകുന്നത്, ഒന്നിലധികം ഉണ്ടാകാം, ഒന്നെന്തായാലും ഉണ്ടാകും. അത് ജീവിതത്തിൽ അപ്ലൈ ചെയ്ത് ഉപയോഗപ്പെടുത്തി മുന്നോട്ട് പോയാൽ ഏറെ നേട്ടങ്ങൾ ഉണ്ടാകും, ഒരുപാട് പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ പറ്റും. പരസ്പരം കുട്ടികളുടെ ഇടയിൽ ഇത് ഉപയോഗിക്കാം, മാതാപിതാക്കളും മക്കളും തമ്മിൽ, ഭാര്യ ഭർത്താവ് തമ്മിൽ ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു മാർഗമാണ് ഇത്. ഗുരുനാഥന്മാർ, ടീച്ചേഴ്സ്, സ്റ്റുഡൻസിന്റെ ഇടയിലും ഇത്തരം സംഗതികളിൽ പ്രായോഗികമായത് കണ്ടെത്തി ഉപയോഗപ്പെടുത്തുന്നത് പരസ്പര ബന്ധം നന്നാകാൻ, അതിലൂടെ നല്ലൊരു ജീവിതാന്തരീക്ഷം രൂപപ്പെടാൻ നമ്മളെ സഹായിക്കും. ഇത് പിന്നെ ഒരാള് അന്വേഷിക്കുന്ന സമയത്ത് ഏതാണ് അവർക്ക് ഇഷ്ടപ്പെടുന്നത് എന്ന് കണ്ടെത്താൻ ശ്രമിക്കണം. എന്നിട്ട് അത് കൂടുതൽ ഉപയോഗപ്പെടുത്തിയാൽ അത് വലിയ ഫലം സൃഷ്ടിക്കും, ഏറെ നേട്ടങ്ങൾ ഉണ്ടാക്കും. ഇൻഷാ അല്ലാഹ് നമുക്കും പരസ്പരം സ്നേഹം ഉൾക്കൊണ്ടും സ്നേഹം അനുഭവിച്ചും കൊടുത്തും ജീവിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഹാപ്പി ഫ്രം ഹാപ്പി സോൺ.